ഫിഫ ക്ലബ് ലോകകപ്പിൽ നിലവിൽ മികച്ച ഫോമിലാണ് ലയണൽ മെസ്സിയും ഇന്റർ മയാമിയും. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ അൽ അഹ്ലിയോട് സമനില വഴങ്ങേണ്ടി വന്ന ഇന്റർ മയാമി രണ്ടാമത്തെ കളിയിൽ പോർട്ടോയെ 2-1 വീഴ്ത്തി. വരും മത്സരങ്ങളിൽ നിന്ന് ക്ലബ് ലോകകപ്പിലെ ഒരു കിടിലൻ റെക്കോർഡ് തകർക്കാനുള്ള അവസരമാണ് ഇന്റർ മയാമി നായകൻ ലയണൽ മെസ്സിക്കുള്ളത്. ക്ലബ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡിൽ പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടക്കാനുള്ള അവസരമാണ് ലയണൽ മെസ്സിക്ക് മുമ്പിലുള്ളത്. 4 ക്ലബ് ലോകകപ്പുകളിൽ നിന്ന് 7 ഗോളുകളോടെയാണ് ഈ നേട്ടത്തിൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ലയണൽ മെസ്സിയും അദ്ദേഹത്തിന്റെ കരിയറിലെ 4ാമത് ക്ലബ് ലോകകപ്പാണ് ഇത്തവണ കളിക്കുന്നത്. പോർട്ടോയ്ക്കെതിരായ അവസാന മത്സരത്തിൽ ഗോൾ നേടിയതോടെ ടൂർണമെന്റിൽ അദ്ദേഹത്തിന്റെ ഗോൾ നേട്ടം 6 ഉയർന്നിട്ടുണ്ട്. അടുത്ത കളിയിൽ 2 ഗോളുകൾ കൂടി നേടാൻ കഴിഞ്ഞാൽ 8 ഗോളുകളുമായി ക്ലബ് ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന ഗോൾ വേട്ടക്കാരനാകാൻ ലയണൽ മെസ്സിക്കാകും. ക്ലബ് ലോകകപ്പിലെ ഉയർന്ന ഗോൾ വേട്ടക്കാരുടെ ലിസ്റ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 7 ഗോളുകളും ലയണൽ മെസ്സി 6 ഗോളുകളും നേടി നിൽക്കുമ്പോൾ കരീം ബെൻസേമയും ഗാരത്ത് ബെയിലും 6 ഗോളുകൾ വീതം നേടിയിട്ടുണ്ട്. സെസാർ ഡെൽഗാദോ 5 ഗോളുകളും ലൂയിസ് സുവാരസ് 5 ഗോളുകളും നേടി ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നേരത്തെ പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടോയ്ക്കെതിരെ കിടിലൻ ഫ്രീ കിക്ക് ഗോളായിരുന്നു ലയണൽ മെസ്സി നേടിയത്. ടീമിനെ ലീഡിലേക്ക് എത്തിച്ചതും ഈ ഗോളായിരുന്നു. ഇന്റർ മയാമിക്കായി ലയണൽ മെസ്സിയുടെ 50ാമത് ഗോൾ നേട്ടം കൂടിയായിരുന്നു ഇത്. ഈ നേട്ടം കൈവരിക്കുന്ന ചരിത്രത്തിലെ ആദ്യ താരവും മെസ്സി തന്നെയാണ്. ക്ലബ് ലോകകപ്പിൽ ഇക്കുറി ഗ്രൂപ്പ് എയിൽ കളിക്കുന്ന ഇന്റർ മയാമി നിലവിൽ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ്. 2 കളികളിൽ നിന്ന് 4 പോയിന്റാണ് സമ്പാദ്യം. 2 കളികളിൽ നിന്ന് 4 പോയിന്റ് തന്നെയുള്ള പാൽമറാസ് ആണ് ഒന്നാമത്. ജയത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുകയാണ് ഇന്റർ മയാമിയുടെ ലക്ഷ്യം. ഇന്റർ മയാമിക്കൊപ്പം 3ാമത്തെ ട്രോഫിയാണ് മെസ്സി ആഗ്രഹിക്കുന്നത്. 2023-ൽ ഇന്റർ മയാമി ചേർന്ന മെസ്സി ഇന്റർ മയാമിക്കൊപ്പം നേടിയ ആദ്യത്തെ കിരീടം ലീഗ്സ് കപ്പാണ്. ഇന്റർ മയാമി ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം കൂടിയായിരുന്നു അത്. അതിനു പുറമെ 2024-ലെ സപ്പോർട്ടേഴ്സ് ഷീൽഡും ഇന്റർ മയാമിക്കൊപ്പം ലയണൽ മെസ്സി സ്വന്തമാക്കി. ടീമിന്റെ ഈ ട്രോഫി നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ സുപ്രധാന പങ്കായിരുന്നു മെസ്സി കാഴ്ചവെച്ചത്. ഈ സീസണിൽ 22 മത്സരങ്ങളിൽ ഇന്റർ മയാമിക്കായി ഇറങ്ങിയ ലയണൽ മെസ്സി 16 ഗോളുകളും 6 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൽ മെസ്സിയുടെ 10 ഗോളുകൾ പിറന്നത് മേജർ ലീഗ് സോക്കറിലാണ്. ഇന്റർ മയാമി ക്ലബിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന ഗോൾ വേട്ടക്കാരനായ മെസ്സി 61 കളികളിൽ നിന്ന് 50 ഗോളുകളും 24 അസിസ്റ്റുകളുമാണ് നേടിയിട്ടുള്ളത്. FC പോർട്ടോയ്ക്കെതിരായ കളിയിൽ 1-2 ഗോളുകൾക്കാണ് ഇന്റർ മയാമി ജയിച്ചത്. കിടിലൻ ഫ്രീ കിക്കിൽ നിന്നായിരുന്നു ലയണൽ മെസ്സി വല കുടുക്കിയത്. ഇന്റർ മയാമിക്കായി മെസ്സി നേടുന്ന 50ാമത്തെ ഗോളായിരുന്നു ഇത്. ഇതോടെയാണ് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് മെസ്സി സ്വന്തമാക്കിയത്. വെറും 61 മത്സരങ്ങളിൽ നിന്നാണ് മെസ്സി ഇന്റർ മയാമിക്ക് വേണ്ടി 50 ഗോളുകൾ നേടിയിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.